ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ തൊട്ടടുത്ത ദിവസം നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇദ്ദേഹമാണ് ഉമേഷ് ചേട്ടൻ. ഇദ്ദേഹം പറഞ്ഞു ആദ്യം നമുക്ക് പെട്രോൾ പമ്പിൽ പോയിട്ട് ഒരു 100 രൂപ പെട്രോൾ കുപ്പിയിൽ വാങ്ങിക്കണം. വേറൊന്നുമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. അനുഭവമാണ് ഗുരു എന്ന് പറയാമല്ലോ. ഇദ്ദേഹം ഇതുപോലെ ഒരു കടയിൽ പോയിട്ട് ബൈക്ക് വാങ്ങിച്ചു. അവർ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ, നിങ്ങളുടെ വീട് വരെ പോകാനുള്ള പെട്രോൾ അതിൻ്റെ അകത്തുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷേ പകുതി ദൂരം എത്തിയപ്പോഴേക്കും പെട്രോൾ തീർന്നു. വണ്ടി റിസർവിലാണ് ഓടിക്കൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം വണ്ടി തള്ളിക്കൊണ്ടുപോയി പെട്രോൾ പമ്പിൽ എന്നിട്ടാണ് പെട്രോൾ അടിച്ചത്. അപ്പോൾ ആ ഒരു ഗതി എനിക്ക് വരരുതെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ആദ്യം തന്നെ അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിച്ചത്. എന്തായാലും നല്ലൊരു കാര്യം. ഇനി ഇത് ഉമേഷ് ചേട്ടൻ എൻ്റെ വല്യച്ഛൻ്റെ മകനാണ്. ഇദ്ദേഹത്തിന് ചോറ്റാനിക്കരയിലാണ് ജോലി. അപ്പോൾ പണ്ട് ഇദ്ദേഹം ആഴ്ചയിൽ ഒരിക്കലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പം ഇദ്ദേഹത്തിൻ്റെ ബൈക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും രാവിലെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചോറ്റാനിക്കര വേലയിൽ വണ്ടി ഓടിച്ച് പഠിക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും വണ്ടി ഓടിച്ച് പഠിച്ചത്. ഇപ്പോൾ എനിക്കൊരു വണ്ടി കണ്ടെത്തി തന്നതും എൻ്റെ ചേട്ടൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ കട, ഇന്നലെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുക. നമ്മുടെ മൂത്തവർക്കാണ് കൊടുക്കേണ്ടത് പേപ്പർ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പേപ്പർ കൊടുത്തു. നമ്മുടെ ബുക്കും പേപ്പറൊക്കെ കറക്റ്റാണ്, ഇൻഷുറൻസും എല്ലാം ക്ലിയറാണ്. അതിനുശേഷം ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. ഒരു സെക്കൻഡ് വണ്ടിയാണെങ്കിലും ഒരു പുതിയ വണ്ടി കിട്ടുന്ന ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ വണ്ടി വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ ചേട്ടൻ ഇദ്ദേഹത്തിനെ പറ്റി എടുത്ത് പറയണം. ഞാൻ ചോദിച്ചു പെട്രോൾ ഉണ്ടാവില്ലോ എന്ന് ചുമ്മാ ചോദിച്ചാണ്. അദ്ദേഹം പറഞ്ഞു പേടിക്കണ്ട, നിങ്ങൾക്ക് 1 ലിറ്റർ പെട്രോൾ ഞാൻ തരാം, നിങ്ങളുടെ നാട് വരെ പോകാനുള്ള പെട്രോൾ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ കടയാണ്. ധാരാളം വാഹനങ്ങളുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ കടയിൽ. കടയെന്ന് പറയാനായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് പലചരക്കും പച്ചക്കറിയും ബേക്കറിയും സ്റ്റേഷനറിയും എല്ലാം ഉള്ളൊരു കടയാണ്. ആ കടയും വീടും കൂടെ ചേർന്നിട്ടുള്ള സ്ഥലത്താണ് അദ്ദേഹം ഈ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്നത്, വാഹനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ വണ്ടിയായിട്ട് ഞാൻ ഇറങ്ങി നേരെ പുറക്കാട്ടേക്കാണ് പോകുന്നത്. കുഴപ്പമില്ല, വണ്ടി സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും അങ്ങനെ വലിയ പ്രയാസകരമായിട്ടൊന്നും തോന്നിയില്ല. നല്ല രീതിയിൽ തന്നെ വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ പുറക്കാടാണ് പോകുന്നത്. പക്ഷേ പുറക്കാട് പോകുന്നതിന് മുമ്പ് 2 കാര്യം എനിക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനും വഴിയുണ്ട്. നേരെ അമ്പലപ്പുഴ ക്ഷേത്രത്തിനടുത്തുള്ള പോകുന്നത്. അമ്പലത്തിലല്ല, ക്ഷേത്രത്തിനടുത്തൊരു കടയിലാണ്. എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ. ഞാനൊരു കൃഷ്ണഭക്തനാണ്. ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക ആളുകളും കൃഷ്ണഭക്തന്മാരാണല്ലേ. അതുകൊണ്ട് നമ്മുടെ വണ്ടിയിലും ആ കൃഷ്ണൻ്റെ സാന്നിധ്യം വേണം എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും, കൃഷ്ണൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക. അതുപോലെ എൻ്റെ പേര് രതീഷ് വി ഭട്ട് എന്നാണ്. നമ്മുടെ ഗൗഡസാരസ്വ ബ്രാഹ്മണത്തിലെ ഒരു സർനെയിമാണ് ഈ ഭട്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എൻ്റെ ഈ വ്ളോഗിന് തന്നെ ബഡ്ജീസ് വ്ളോഗ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെ പടം ഒട്ടിച്ചു. നമ്മുടെ ട്രേഡ് മാർക്കാണത്. ഇനി നമ്മുടെ സർനെയിമും കൂടെ അതിൽ വേണം. അത് ബഡ്സ് എന്നാണ്. എൻ്റെ എല്ലാ വാഹനത്തിലും ഞാനത് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ അമ്പലപ്പുഴ പടിഞ്ഞാറേ നടയിലുള്ള കടയാണിത്. എല്ലാവിധ സ്റ്റിക്കർ വർക്കുകളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. വളരെ മിതമായ നിരക്കിലാണ് ചെയ്തു തരുന്നത്. ബഡ്സ്, നമ്മുടെ സർ നെയിം ബഡ്സ് എന്നുള്ളതും കൂടെ അതിലൊട്ടിച്ചു. അപ്പോൾ ഇപ്പോൾ വണ്ടി നമ്മുടേതായി മാറി, നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട്. ഇതിൽ മാത്രമല്ല, എൻ്റെ എല്ലാ വാഹനത്തിലും ഇതേ കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ വാങ്ങിച്ചത് ബൈക്കാണ്. എൻ്റെ ബൈക്കിലും കൃഷ്ണനുമുണ്ട് നമ്മുടെ ട്രേഡ് മാർക്ക് ബഡ്സ്, കണ്ട. ഇനി കാറിലാണെങ്കിലും ബഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. കൃഷ്ണൻ്റെ ചിത്രം പുറകിലാണെന്ന് മാത്രം. അങ്ങനെ പുതിയ വണ്ടിയുമായി ഞാൻ നേരെ പോയത് നമ്മുടെ കുട്ടിപ്പട്ടാളത്തെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്കൂളിൻ്റെ മുമ്പിലെത്തിയതും മോള് കണ്ടു, ഓടി വന്നു. ചേട്ടനെ കാണാത്തതുകൊണ്ട് അവൾ തിരിച്ചോടി ചേട്ടനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അവനും കണ്ടില്ല സത്യം പറഞ്ഞാൽ വണ്ടിയായിട്ട് ഞാൻ വന്നത്. സാറിന് നടന്നു പോവും, നടന്നു വരും. ഇന്ന് വണ്ടിയിൽ വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ വണ്ടി മേടിക്കണമെന്നുള്ളത്. എന്തായാലും 2 പേർക്കും സന്തോഷമായി. എല്ലാവരും കൂടി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. എന്തായാലും അവരുടെ ഒരു സന്തോഷത്തിനും അവർക്കും വേണ്ടിയിട്ടാണ് വണ്ടി വാങ്ങിച്ചത്. അവരുടെ സന്തോഷം കാണുമ്പോഴാണല്ലോ രക്ഷകർത്താക്കൾ എന്ന നിലയിൽ നമുക്കും ഒരു സന്തോഷം. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു കൊച്ചു ജീവിതമാണ് ഞങ്ങളുടേത്. നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ പുതിയൊരു അതിഥി കൂടി എത്തി. നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രോത്സാഹനവുമാണ് ഇവിടം വരെ എത്തിച്ചത്. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളും ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. സൈൻ ഔട്ട് ഫ്രം ബഡ്ജീസ് വ്ളോഗ്.